Beauty Mark Gold and Diamonds, specially for you. ജീവിതത്തിലെ അതിജീവനത്തിന്റെ പലതരം പോരാട്ട കഥകൾ പറഞ്ഞും അനുഭവങ്ങൾ പങ്കിട്ടും ഒരു ചരിത്ര സംഗമത്തിനാണ് കൊണ്ടോട്ടിയിലെ ഡയാലിസിസ് സെന്റർ സാക്ഷിയായത്. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹോദര സ്ഥാപനമായ സ്റ്റെപ്സിന്റെ ഗുണഭോക്താക്കളായ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും രക്ഷിതാക്കളുടെയും മഹാസംഗമമാണ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്നത്. വിവിധ ഭിന്നശേഷി സംഘടനകളിൽ ഉൾപ്പെട്ട 1500-ൽ പരം ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. രാവിലെ 9 മണി മുതൽ 4 മണി വരെ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ മാത്രം ഇരിക്കേണ്ടവരല്ല, നിങ്ങളൊക്കെ മുഖ്യധാരയിലേക്ക് സാധാരണ ആളുകൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ. ഞാൻ വരുന്ന വഴിക്ക് 2 പെൺകുട്ടികൾ അവിടെ ഇരുന്ന് കൊടയും പേനയും അച്ചാറും വിൽക്കുന്നുണ്ട്. അവർക്കൊരു പക്ഷേ നടക്കാൻ കഴിയില്ലായിരിക്കാം, അവർക്ക് നല്ലൊക്കെ സംസാരിക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ അവരാണ് ദ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, അവരാണ് ഇച്ഛാശക്തിയുള്ളത്. UAE ഗവൺമെന്റ് ഈ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. ഒരിക്കലും അവരെ അവഗണിച്ചിട്ടില്ല, അവരെ ഭിന്നശേഷിക്കാരെന്ന് വിളിച്ചിട്ടില്ല. അവർ വിളിച്ചത് ഇച്ഛാശക്തിയുള്ളവരെന്നാണ്. ലോകത്തെ പല മഹാന്മാരും ഇത്തരം രോഗം ബാധിച്ച വൈകല്യങ്ങളുള്ളവർ, സ്റ്റീവ് ഹോക്കിൻസിനെ പോലുള്ള ആളുകൾ, അവരൊക്കെ ലോകത്ത്. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ മമ്പുറം ബഷീർ അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി. വിശിഷ്ടാതിഥികളായി TV ഇബ്രാഹിം MLA, PK ബഷീർ MLA, PKC അബ്ദുറഹ്മാൻ, തിലാൽ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുസലാം ചൊക്ലി, മുനിസിപ്പൽ ചെയർപേഴ്സൺ നിദ ഷഹീർ, സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, ലീഗൽ അതോറിറ്റി സെക്രട്ടറി ഷാബിർ ഇബ്രാഹിം, മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ, ദുബായ് ഗോൾഡ് MD മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. KNP മാനേജിംഗ് ഡയറക്ടർ സൂഫിയാൻ കാരി സെന്ററിന് നൽകുന്ന ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ജൌഹർ മുനവർ മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി കൺവീനർ കരീം എളമരം ആമുഖ പ്രഭാഷണം നടത്തി. ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബാർ ഹാജി സ്വാഗതവും കോർഡിനേറ്റർ ജാഫർ ചാളക്കണ്ടി നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളെ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക് AIR1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.